നമ്മുടെ യാത്ര എവിടുന്നാന്നറിയാമോ? ശാന്തപുരത്തു നിന്ന്, എൻ്റെ സ്വന്തം നാടായ ശാന്തപുരത്തു നിന്നാണ് ഞങ്ങൾ ഒരു ഫാമിലി ട്രിപ്പ്, അതും ഊട്ടിയിലേക്ക്. സ്റ്റാർട്ട് അവർ ജേണി. ആദ്യം നമ്മൾ എത്തിച്ചേർന്നത് എവിടെ അറിയുമോ? എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ, നിലമ്പൂർ. അവിടെ ആയിരുന്നു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. നല്ല അടിപൊളി ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ്. എല്ലാവരും അത് എൻജോയ് ചെയ്തു. അങ്ങനെ യാത്ര തുടർന്ന് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മളെത്തി. മറ്റെവിടെയുമല്ല, ജീൻ പൂൾ നാടുകാണി. ജീൻ പൂൾ പ്രത്യേകത എന്തെന്നാൽ അവിടെ ഒരു വ്യൂ പോയിന്റ്, പിന്നെ സിപ്പ് ലൈൻ ആക്ടിവിറ്റി, പിന്നെ കുറച്ച് കാഴ്ചകളും. അതാണ് അവിടുത്തെ പ്രത്യേകത. അതിനായി നമ്മൾ ഒരു ഓഫ് റോഡ്, ഒരു അടിപൊളി ജീപ്പിലായിരുന്നു ആ യാത്ര. നമ്മളൊരു സ്റ്റീപ്പായ കോണിപ്പടി കയറി ഒരു റൂഫ് ടോപ്പിലെത്തി വ്യൂ ആസ്വദിക്കുകയാണ്. ഈ മുകളിൽ നിന്ന് നോക്കിയാൽ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. നല്ല വ്യൂ പോയിന്റ് തന്നെയാണ് ഇത്. എല്ലാവരും നന്നായി ഫോട്ടോസ് എടുത്ത് തകർക്കുകയാണ്. ഇതൊരു സ്റ്റീപ്പായ കോണിപ്പടിയാണ്. ഒരാൾക്കുള്ളൂ ഒരു ടൈമിൽ കയറാൻ കഴിയില്ല. എന്തായാലും നല്ലൊരു കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയത്. മക്കളെല്ലാവരും സെൽഫീസ് ആൻഡ് ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലാണ്. അങ്ങനെ നമ്മൾ ഈ റൂഫ് ടോപ്പിൽ നിന്നിറങ്ങി. പിന്നെ ഒരു സിപ്പ് ലൈൻ ആക്ടിവിറ്റി, നല്ല ത്രില്ലിംഗ് ആയിരുന്നു. മക്കളെല്ലാവരും എൻജോയ് ചെയ്തു. എല്ലാ മക്കളും ഇതിൽ സിപ്പ് ലൈനിൽ കയറി ആസ്വദിച്ചിട്ടുണ്ട്. ശേഷം നമ്മൾ മടങ്ങാൻ സമയമായി. എല്ലാവരും ഈ ജീപ്പിൽ കയറി റിട്ടേൺ ചെയ്തു. പിന്നെ ഞാൻ പറയേണ്ടതില്ലല്ലോ, ഈ മനോഹരമായ പച്ചപ്പും മലകളും തേയിലത്തോട്ടങ്ങളും കണ്ടാൽ നിങ്ങൾക്കറിയാം നമ്മൾ ഊട്ടി എത്തിയിട്ടുണ്ടെന്ന്. ആ കാഴ്ചകൾ എന്തൊരു മനോഹരമാണെന്ന് നോക്കൂ. ഈ ഭൂമിയിൽ എന്തെല്ലാം മനോഹരമായ കാഴ്ചകളാണ് അല്ലേ? അങ്ങനെ നമ്മൾ യാത്ര ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അത് സംഭവിച്ചു. നമ്മുടെ ബസ്സിൻ്റെ ടയർ പൊട്ടി. യാത്രയിലായിരുന്നു ആ പൊട്ടൽ. അത് ഭയങ്കര ഒരു ഷോക്കായിരുന്നു. ഭാഗ്യത്തിന് നമ്മൾ രക്ഷപ്പെട്ടു. അപകടമൊന്നും ഉണ്ടായില്ല. അത്ര സ്റ്റീപ്പൊന്നും ആവാത്ത സ്ഥലത്തായിരുന്നു ഈ സംഭവം നടന്നത്. കണ്ടില്ലേ ടയർ? എന്തായാലും അല്ലാഹ് കാത്തു. അങ്ങനെ ഈ ടയർ നേരാക്കുന്നതിനിടയിൽ നമ്മൾ ഒരു അതിമനോഹരമായ ഒരു കാഴ്ച കണ്ടു. നല്ലൊരു വെള്ളം, ഒരു ഉറവ പോലെ വെള്ളം. നമ്മൾ വുളു ഉണ്ടാക്കി നമസ്കാരം നിർവഹിച്ചു. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ജമാഅത്തായി
നമസ്കരിച്ചു. ബേജാറാവണ്ട. എവിടുന്നാണ് ഈ വെള്ളം വരുന്നത് നമുക്കറിയില്ല. ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അതിനിടയിൽ മക്കള് കുറെ ഫ്ലവേഴ്സ് ഒക്കെ പറിച്ച് ബൊക്കെയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ നമ്മൾ രാത്രി ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. നല്ല തണുപ്പ്, അതിമനോഹരം. വിറക്കുന്നു. ജമ്മു കാശ്മീർ മണാലിയൊക്കെ അയ്യോ. നമ്മൾ ഈ വീട്ടിലാണ് ഗെയിംസും പിന്നെ ബാക്കി പരിപാടികൾ ആക്ടിവിറ്റീസൊക്കെ ചെയ്തത്. കണ്ടോ, നമ്മുടെ നെജുക്കാക്ക ചിക്കൻ ചുടാനുള്ള പ്ലാനിലാണ്. ക്യാമ്പ് ഫയറും ഉണ്ട്. അതിനിടയിൽ നല്ല ഈ തണുപ്പത്ത് നല്ലൊരു രസമായിരുന്നു. തീ കത്തിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് കാണാം. ചിക്കൻ ഗ്രിൽ ചെയ്യാനാണ് പ്ലാൻ. ഒരു സൈഡിൽ അത് നടക്കുന്നു, മറ്റേ സൈഡിൽ കസിൻസ് എല്ലാവരും ആൻറ്റീസും ഗെയിംസിൽ ആക്ടിവിറ്റീസൊക്കെ നടക്കുകയാണ്. നല്ലൊരു അനുഭവമായിരുന്നു അത്. പിന്നെ നമ്മൾ മാറി താമസിച്ചു. നമ്മൾ കുറച്ച് പേര് വേറെ ഒരു 3 കിലോമീറ്റർ അപ്പുറം ആണ് രാത്രി സ്റ്റേ ചെയ്തത്. നല്ല മനോഹരമായ ഒരു ഏരിയ ആയിരുന്നു. കണ്ടില്ലേ പ്രകൃതി എത്ര മനോഹരം. നല്ലൊരു സ്റ്റേ ആയിരുന്നു. We enjoyed a lot the greenery. രാവിലെ കുറേ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുത്തു. നല്ലൊരു ഇളം തണുപ്പ്. ഊട്ടിയിൽ ഓവറായി ഒന്നുമില്ല, ഒരു പാകത്തിനുള്ള തണുപ്പായിരുന്നു നമുക്ക് കിട്ടിയത്. അങ്ങനെ കസിൻസ് എല്ലാവരും കൂടി ഒരു ടീ കുടിക്കാനായി ഇറങ്ങിയിട്ടുണ്ട്. ഹാരിസ് കക്കാന്റെ നേതൃത്വത്തിലാണ് ആ പോക്കുണ്ടായത്. All are enjoying their teas. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ രാത്രി ഗെയിംസൊക്കെ ചെയ്ത് സ്റ്റേക്കേഷനിലെത്തിയിട്ടുണ്ട്. ആ യാത്ര വളരെ ഒരു കുറേ ഹെയർ പിൻ കിടന്നിട്ടാണ് നമ്മൾ ആ സ്റ്റേക്കേഷനിലെത്തിയത്. രാത്രി ആയതുകൊണ്ട് നമുക്ക് അറിഞ്ഞിരുന്നില്ല. നല്ല സ്റ്റീപ്പായ ഏരിയാസാണ് നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നല്ല കുറേ ഹെയർ പിൻസും നല്ല മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാം. ഒരു വാട്ടർ ബോഡി വിത്ത് ബ്യൂട്ടിഫുൾ സീനറീസ്. വണ്ടി റിവേഴ്സ് എടുക്കാതെ ഹെയർ പിൻ കടക്കാൻ പ്രയാസമാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ സ്റ്റേക്കേഷൻ ഏരിയാസാണിത്. നല്ല ഭംഗിയുള്ള ഒരുപാട് പൂക്കൾ നമുക്ക് കാണാം. കടലാസ് പൂ, റോസസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോസസ്. ഈ വീട്ടുമുറ്റത്ത് കുറേ കോഴികളെയും കണ്ടു നമ്മൾ. അങ്ങനെ നമ്മൾ ഫുഡ് റെഡി. എഗ് ബുർജി, നെജുക്കാക്കൂസ് എഗ് ബുർജി വാസ് വെരി ഡെലീഷ്യസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വിത്ത് ബ്രെഡ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. തേയിലത്തോട്ടത്തിലൂടെയുള്ള യാത്ര. പച്ചപ്പ്, ഫുൾ പച്ചപ്പാണ് നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ റസ്കുഞ്ഞാമ്മാന്റെ അടിപൊളി എള്ളുണ്ട, എന്താ ടേസ്റ്റ്, വെരി ഡിലീഷ്യസ്. അങ്ങനെ നമ്മൾ എത്തിച്ചേർന്നത് ഒരു ബോട്ട് യാത്ര, അമ്മായികളുമൊത്ത് നല്ലൊരു യാത്ര. വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. പൊതുവെ ആളുകൾ കുറവായതുകൊണ്ട് നല്ലൊരു ക്വൈറ്റ് ആംബിയൻസ് ആയിരുന്നു. അധികം ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ ബോട്ട് കിട്ടി. അങ്ങനെ നമ്മൾ ഒരു സ്പീഡ് ബോട്ട് പോലെ ആയിരുന്നു ബോട്ട്. അങ്ങനെ നമ്മൾ വന്നതിന് ശേഷം സെക്കൻഡ് ട്രിപ്പും യാത്ര തിരിച്ചു ബോട്ടിൽ. പിന്നെ നമ്മൾ പോയത് മറ്റെങ്ങുമല്ല, നമ്മുടെ സ്വന്തം ബൊട്ടാണിക്കൽ ഗാർഡൻ. ഞാനൊരു 7ാമത്തെ തവണയാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ വിസിറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി, നമ്മൾ എത്ര വിസിറ്റ് ചെയ്താലും നമുക്ക് മടുക്കില്ല. കാരണം അത്ര മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. നിങ്ങൾക്കറിയാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ്, നല്ല ഭംഗിയുള്ള നിറങ്ങളുള്ള ഫ്ലവേഴ്സ് നമുക്ക് ആസ്വദിക്കാം, നല്ല ഫോട്ടോസ് എടുക്കാം, നല്ല റെസ്റ്റ് ചെയ്യാം, സംസാരിക്കാം. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു, കുറേ ഫോട്ടോസ് എടുത്തു. നല്ലൊരു അനുഭവമായിരുന്നു ഈ യാത്ര. കാരണം ഫാമിലി ട്രിപ്പ്, നമ്മുടെ റിലേഷൻസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് കൂട്ടാനും നല്ലൊരു ഐക്യവും ഒരുമയും കൂട്ടാനും ഉള്ളൊരു അവസരമായിരുന്നു ഇത് ഒരിക്കലും നമ്മൾ മറക്കില്ല. അമ്മായികൾ, എളാപ്പാസ്, കസിൻസ്, അങ്ങനെ എല്ലാവരും ഒത്തുള്ളൊരു യാത്ര ഒരു മറക്കാൻ പറ്റാത്ത അനുഭവം തന്നെയായിരുന്നു. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നതും പോകുന്നതും. നല്ലൊരു സക്സസ് ആയിരുന്നു. ഇനി വീണ്ടും ഇങ്ങനെ ഉള്ള യാത്രകൾ ചെയ്യാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.